പുതിയ ഗേറ്റൊക്കെ വന്നല്ലോ. ഇരിക്കുന്നവള് അവളല്ല അവന്. ഫോൺ എടുത്തോന്ന് വെച്ചാ അമ്മേ. ഒരൊച്ച കേൾക്കുന്നേ. നമ്മളുണ്ട് അവിടേക്ക് വെള്ളം ചിരുന്നോളേ. എനിക്ക് ഈ പാണ്ടി കിടമ്പോൾ ശുപ്പാണ്ടി ഓർക്കുന്നത്. സോറി, ഈ ക്യാമറയൊന്നും എനിക്ക് സ്വന്തം. മറ്റേ ക്യാമറ എടുത്തോ. ഇന്ന് ഇന്ന് ഈ ക്യാമറ എനിക്ക്. കാട്ടിലൊക്കെ നല്ല വെള്ളമായി. അല്ല മഴയായോണ്ട് നിങ്ങളെന്നെ ഇതായാലും എഴുന്നേറ്റിരിക്കാൻ ജീവനില്ല. നിങ്ങളതിനകത്ത് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ആള് ഇവിടെ നിൽക്കാൻ പറ്റില്ല. വണ്ടി ഇപ്പോൾ ഒരു ബസ് ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ. താക്കോൽ അവിടെ ഉണ്ടോ? ആ
ഞാനിവിടെ ഇരുന്നപ്പോൾ ദേ എല്ലാ കോഴികളും ഇങ്ങോട്ട് ഓടി വരുന്നു. എന്താണ് ഹേ? ആ ദൈവമേ, ഇത് അവിടെ നിന്നൊക്കെ ഓടി ഓടി വരുന്നു. ഞാൻ ചകഞ്ഞിട്ടൊന്നും കിട്ടിയില്ല. അവിടെ ചക്കയൊക്കെ ദേ വീണ് കിടക്കുന്നു ഇഷ്ടം പോലെ. ഞങ്ങളോ കഴിക്കുന്നില്ല. നിങ്ങളെങ്കിലും അത് കഴിക്കും. വേറൊരുത്തൻ സന്തോഷം. എന്താണ് എന്താ വേല? ഞാനെടുക്കൊണ്ടിരുന്നാലേ കാര്യം നടത്തും. അയ്യോ, തുണി എടുത്തിട്ടില്ല. തുണി എടുക്കട്ടെ. ഈ പറമ്പ് കിടക്കുന്നൊരു കോലവേ, പറമ്പങ്ങാകപ്പാടെ വൃത്തികേടായി. ഭയങ്കര പതിവ് അങ്ങനെ പേടി വരും. പൊതുവെ പാമ്പിനോടൊരു പേടി ഉള്ളത് കൊണ്ട് തുണി എടുക്കാം. നാരായണിയൊക്കെ ഇനിയിപ്പോൾ എന്നാണ് വരുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. ചിലപ്പം തിങ്കളാഴ്ച വൈകിട്ട് കയറുമെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അറിയത്തില്ല. ചിലപ്പോൾ അത് ചൊവ്വാഴ്ച ആവാം, ചിലപ്പോൾ അത് ബുധനാഴ്ച ആവാം, അറിയില്ല. ആരും ഇല്ലാത്തത് കൊണ്ടൊരു സുഖമില്ല. ഇവിടെ നോക്കിക്കേ. ദേഷ്യം വന്നാ കോപമായിരിക്കും. അമ്മ എടുത്തു തരാം. അത് ഇതുണ്ട്, കുരുവുണ്ട്. എന്നാടോ കുരുവുണ്ടെന്ന് പറഞ്ഞപ്പോ ചക്ക അത് ഞാനവിടെ തുണി എടുക്കാൻ പോയപ്പോ അവിടെ വീണ് കിടന്നതാ. നമ്മുടെ പ്രാവേന്ന് വരിക്കച്ചക്കയാ. കേടാ പകുതി. മൂന്നാല് ഇത്രയും മുളക് കിട്ടിയുള്ളൂ. 5:16 എന്നുവെച്ചാൽ താമസിച്ചാ മഴ. നല്ല മഴക്കാറുണ്ട്. മഴ തൂളുന്നുണ്ട്. എല്ലാം പട്ടപ്പടേ. എൻ്റെ അമ്മോ. ശാംഭവി TV അങ്ങ് നിർത്തിയാക്കൂ. നല്ല മഴ കേട്ടോ. വരാൻ പോകുന്നത്. കോഴിയൊക്കെ സ്ഥലം വിട്ടോ മഴയായപ്പോൾ. ശാംഭവി ഇടി വെട്ടുന്നാട്ടോ. വേണ്ട, ഇടി വെട്ടുന്നുണ്ട്. ഇടി വെട്ടുമ്പോഴേ ഇരുട്ടോ നോക്കിക്കേ. ആ മാല എടുത്തിട്ട് താഴെ ഇട്ട് തരാം. ആ മാല എടുത്തേങ്ങ. മാന എടുക്കൂ കുഞ്ഞേ. തലനയുടെ കവറെല്ലാം ഒരു എടുത്തേ. മാനിങ് എടുത്തേ. മാന് നീ ഇപ്പം ഈ അരമണിക്കൂർ കൊണ്ട് എത്ര നിക്കറ് മാറിയടി വേ. നോക്ക്, ഇവിടെ എല്ലാം വെള്ളം. ഇവിടെ എന്നായിരുന്നു പരിപാടി? അങ്ങോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയ വെള്ളോട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ മതി. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും പുള്ളിക്കാരി. എന്താണ് മഴ പെയ്യാൻ തുടങ്ങിയാൽ പിന്നെ കറണ്ട് അങ്ങ് പോകും. പിന്നെ വന്നും പോയി അങ്ങ് നിൽക്കും. അവിടെയൊക്കെ മുണ്ടക്കത്തൊക്കെ നല്ലതായിട്ട് പെയ്യുന്നുണ്ട്. കറണ്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു.
കറണ്ട് പോയല്ലേ? പറഞ്ഞില്ല, പറഞ്ഞ് തീരുന്നതിന് മുന്നേ കറണ്ട് പോയി. മഴയെന്നൊന്ന് എഴുതി കാണിച്ചാൽ മതി, അന്നേരം കറണ്ട് അങ്ങ് പോവും. അപ്പോൾ വരാം, അവിടെ പോവാനാ? എന്നാ ജിലേബി ആവി എടുക്കുന്നു. ഇടി വെട്ടുന്നു. ഇടിയൊക്കെ വിട്ടുന്നുണ്ട്, മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം കേട്ടല്ലോ. ആ എല്ലാം പറത്തിക്കൊണ്ട് പോയി അവരുടെ പായും ബക്കറ്റും പായെല്ലാം പോയി. മൊത്തം പായും തെറപ്പിച്ചു. ഞങ്ങൾ കല്ലെടുത്ത് വെച്ചതാണ് മണ്ണിൽ, കല്ല് സഹിതം പോയി. ടൈലൊക്കെ എടുത്ത് വെച്ചിരുന്നു, അതല്ലാതെ ഇവിടെ കിടക്കുന്നു. കാറ്റാന്ന് പറയാം. അപ്പോൾ കട്ടർ പോയി അവൻ്റെ കൂടെ, കട്ടർ അതിൻ്റെ അകത്ത് പോയി. കട്ടറിൻ്റെ ആവശ്യം മറ്റേ വിഷയമില്ലേ? ഭയങ്കര കാറ്റല്ലോ, ഭയങ്കര കാറ്റ്. ടൈലെടുത്ത് വെച്ചിരുന്നു അതിന്റെ മോളിൽ, അതിലെടുത്തോണ്ട് പോയി. ആ ആ ഇത് ആട്ടുമായിട്ട് ഇട്ട് ആട്ടുന്ന ആട്ടയുണ്ടോ? ഇവിടുത്തെ കാറ്റ് തന്നെയാ കാറ്റ്. കാറ്റാണോ? ഞാൻ ഡ്രമ്മിൽ അടിക്കാൻ നിസാറിനെ പോണ്ടാ ചാടെ. ായിട്ട് നിന്ന് വരുന്ന വരവൊക്കെ ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൊണ്ട് മഴ അങ്ങ് തകർത്ത് പെയ്ത് ഇതായെന്ന്. കരണ്ട് പോകാൻ വേണ്ടി ഉണ്ടായ മഴയാ. അപ്പോൾ അതെ മഴ തീർന്നപ്പോൾ കരണ്ട് വന്നു. ശാമ്പു ഇവിടെ ഭയങ്കര വർത്തമാനമാണ്. എന്നാണോ ആവോ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുക. ബോർഡിംഗ് സ്കൂളിലൊക്കെ ആക്കണമെന്നാണ് പറയുന്നത്, എന്നാന്നറിയത്തില്ല. സ്വർഗത്തിലാന്ന് ബോർഡിംഗ് സ്കൂള്. ഒന്നുമില്ല, വെച്ചോ, കണ്ടോ അല്ല വർത്തമാനം പറഞ്ഞു. നമ്മുടെ ഇവിടെ കാര്യമായിട്ട് മഴ പെയ്തില്ല, ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായുള്ളൂ. സാധാരണ കാറ്റെല്ലാം കഴിയുമ്പം കിടുക്കനായിട്ട് മഴ പെയ്യുന്ന. ഇന്നങ്ങനെ മഴ പെയ്തില്ല, ചെറുതായിട്ട് ചാറിപ്പോയി. ചാറിയല്ല, ഒരുമാതിരി ഒരു മഴ, പക്ഷെ ഭയങ്കര തണുപ്പാണ്. തണുത്ത് വിറച്ച് ഇരിക്കുന്നത്. തണുപ്പ് 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 തണുപ്പ്.
യെസ്. മെയിൻ വീഡിയോ എടുത്തില്ലെന്ന് പറയല്ലോ. തോർത്തിന്റെ പീസിന്റെ കാര്യം അല്ല പറഞ്ഞേ, വേറെന്താ ഉദ്ദേശിച്ചത്? കറക്റ്റ് അത് കിട്ടുകയും ചെയ്തു. മറ്റേ ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറഞ്ഞിട്ടേ ഉള്ളൂ. നീ ഇവിടെ പറയുന്ന ഭയങ്കര അലമ്പാണെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നൊക്കെ ഞാൻ പറയും. നീ ഞാൻ സ്കൂളിൽ വിടാൻ പോവാ കേട്ടോ. നാളത്തെ സ്കൂളിൽ വിടാൻ പോവാണേ. നീ അവിടെ പോക്കൂ. നിനക്ക് ചേർന്ന അന്ന സിസ്റ്ററാ കേട്ടല്ലോ. ആ എന്നാ വേണ്ട, നീ ഭയങ്കര അലമ്പാ വീട്ടിരുന്നോണ്ട്. പറഞ്ഞാ നീ കേക്കത്തേ ഇല്ല. അതിനങ്ങനെ നാളെ വന്നോ? ഇങ്ങോട്ട് നോക്കിക്കേ. ഇങ്ങ് വന്നേ, ഇവിടെ വന്നേ, ഇവിടെ വന്നേ. നീ എന്നാ പറഞ്ഞാ കേക്കാത്തേ? പറഞ്ഞാൽ എന്താ കേക്കാത്തെന്ന് പറ. നീ എന്നാ പറഞ്ഞാ കേക്കാത്തേ? ഇങ്ങനെയാണോ പിള്ളേര്? ഞാനിപ്പോ തൊടിഞ്ഞാന്. പാട്ട് വെക്കാവോ അമ്മ? അമ്മ തൊട്ടാന് വെക്കാവോ? ശാംഭവി ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ വരുമ്പം എന്ത് പറയും പറയട്ടെ. അപ്പം ഇപ്പം വരാറായി. ഇന്ന് നടന്ന എല്ലാ സംഭവങ്ങളും ഞാൻ എപ്പോൾ പറഞ്ഞു തീർക്കും അപ്പയോട്. പാട്ടൊക്കെ ഞാൻ വെച്ചോളാം. നീ കൂടെ നിൽക്കേ. പാട്ടൊക്കെ ഞാൻ വെച്ചോളാം. ഞാൻ പറയാൻ പോകുന്നത് എന്നാന്നറിയോ? ഇങ്ങോട്ട് നോക്കിക്കേ. ആ ഞാൻ വെക്കുന്നില്ല. ഇല്ല പറയണ്ട. മഴയും പെയ്തിലധികം. ചേട്ടാ വരാറായി. അപ്പോൾ ശാമ്പു ഇങ്ങനെ ഇരിക്കുക. എന്തൊക്കെയായിരിക്കും ഇടി കൊച്ചേ, ഇത് എന്നതാടി കൊച്ചേ ഇത് മൊത്തം കാണിച്ചു വെച്ചേക്കുന്നേ? എന്നാ മാറി പിണക്കം? എന്നോട് ആര് പിണങ്ങി? നിനക്കിട്ട് ഞാൻ തരാൻ പോകുന്നേ ഉള്ളൂ. ആർക്ക് സന്തോഷം? ആർക്ക് സന്തോഷം? എനിക്ക് ഉമ്മ വേണ്ട. എനിക്ക് വേണ്ട, വിട്. ഉമ്മയും പാപ്പയൊന്നും എനിക്ക് വേണ്ട. മാർക്ക്. ഇവിടെ കാറ്റുണ്ടായിരുന്നോ? ഇല്ല. ഇവിടെ കാറ്റൊന്നുമില്ലായിരുന്നു. എനിക്കറിയില്ല, ഇവിടെ കാറ്റില്ല. ഞാൻ അറിഞ്ഞില്ല കാറ്റ് ഉണ്ടല്ലോ. എനിക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതെ, ജയക്ക് ഫാൻ വേണമെന്ന് ജയ പറഞ്ഞു. മഴക്കാലമായപ്പോൾ ഫാൻ വേണം. വേനൽക്കാലം പോയി, മഴക്കാലത്ത് ഫാൻ വേണമെന്ന് ജയ പറഞ്ഞു. ശാംഭവിക്ക് അപ്പൊ ഞാനൊന്നും പറയുന്നില്ല.
പണിക്ക് പോകുമ്പോൾ ഇവിടെ കൂടെ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ വല്ലതും ഉണ്ടോ? പിന്നെ ഇവിടെ പണിയാൻ പോകുന്നതല്ല, അത് അവിടെ പോയി ചുമ്മാ ഇരിക്കാൻ പോകുന്നു. ചുമ്മാ അവള് ചുമ്മാ ഇരുന്നോളൂ, നീ പെടതോ? അപ്പൊ കുത്തിയിട്ടൊന്നും വേണ്ടേ? എത്ര നിൽക്കൂടി? ഓ ഇവിടെ വെക്കാനല്ലേ? ഒച്ചു അയ്യ. അതല്ല, പണിക്ക് പോകുമ്പോൾ ഇവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ഉടനെ സീരിയസ് ആയിട്ട് പറയാം. ഇവിടെ എനിക്ക് ഭയങ്കര എനിക്ക് വായിക്ക എന്നതാണ് ചുമ്മാ ഈശേ. പിന്നെ ഇവിടെ ഭയങ്കര അല്ല, എനിക്ക് തലയ്ക്ക് മരയ്ക്കുന്നു, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എനിക്ക് അറിയത്തില്ല. ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല. ഞാനല്ല നോക്കിയേ. ആ സത്യം, അത് നീ ഉണ്ടായിരുന്നല്ലോ കൂടെ. ഇവിടെ ഉണ്ടായപ്പോ തൊട്ട് പണിക്ക് പോയിട്ടില്ലല്ലോ. ഇപ്പഴല്ലേ പണിക്ക് പോന്നേ. ചേട്ടാ ഇവിടെ ഉണ്ടായപ്പോ തൊട്ട് ചേട്ടാ ജോലിക്ക് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഇപ്പഴല്ലേ ജോലിക്ക് പോകാൻ തുടങ്ങിയേ. ആ ഒന്നും മേടിച്ചിട്ടില്ല. നീ അലമ്പാണ്, ഒന്നും മേടിക്കരുത് ഞാൻ പറഞ്ഞില്ലേ. പറഞ്ഞില്ലേ നീ അലമ്പാണ്, നിനക്കൊന്നും മേടിച്ച് കാട്ടിലൊന്നും കിടക്കില്ല. അയ്യോ, കുത്തി എടുത്തില്ല. ചുമടല്ലേലും ഇതിനകത്ത് കൊള്ളത്തില്ല. മഴക്കോട്ടൊക്കെ ആയിട്ട് വെറുതെ പോകുന്നതുകൊണ്ടല്ല. ഡ്രസ്സുണ്ട്, നമ്മൾ പാട്ട് ടെസ്റ്റ് കൊണ്ടുപോയി വാർത്തക്കൊണ്ടാണ് അത് കാണും മതിയല്ല. അളവോടെ കുറവ്. ചായ ചായ ഉണ്ടാക്കി തരാം. ചായ ഉണ്ടാക്കി തരാം. പൊക്കോ.